90കളിലാണ് കെട്ടിടത്തിന്റെ ഭൂരിഭാഗം നിർമ്മാണവും പൂർത്തിയായത്. എന്നാൽ പിന്നീട് കെട്ടിടത്തിന് ചെരിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിക്കുകയായിരുന്നു. ശേഷം കെട്ടിടം പണിത എഞ്ചിനീയർ കെട്ടിടത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് ഒരു വാദം. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിനെ ചുറ്റിപ്പറ്റി ചില പ്രേതകഥകളും അന്തരീക്ഷത്തിലുണ്ട്. കെട്ടിടത്തിന്റെ നിലനിൽപ്പിൽ പ്രദേശവാസികളുടെ പ്രതികരണം വ്യത്യസ്തമാണ്. ചെരിഞ്ഞിക്കാന്ന് പറയുന്നുണ്ട്, ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ മറിഞ്ഞു വീഴുന്നില്ല. അത് അത്ര ബലമായിട്ട് പണിതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. നഗരത്തിൽ സെന്റിന് 50 ലക്ഷത്തിലേറെ വില വരുന്ന സ്ഥലം ഇന്നും ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നതിൽ ചില സംശയങ്ങളും പ്രദേശവാസികളിൽ ഉടലെടുത്തിട്ടുണ്ട്. മാലിന്യം നിക്ഷേപിക്കാനായൊരിടം എന്നതിലുപരി സാമൂഹ്യവിരുദ്ധരുടെയും താവളമാകുന്നുണ്ട് ഈ സമുച്ചയം. കെട്ടിടം ഇന്നും കേസിൽപ്പെട്ട് കിടക്കുകയാണെന്നാണ് മറ്റൊരു വാദം. അങ്ങനെയെങ്കിൽ കേസ് തീർപ്പാക്കി സ്ഥലത്തിനുതകുന്ന വികസനം കൊണ്ടുവരാൻ മരട് നഗരസഭയ്ക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യവും ശക്തമാണ്. നഗരസഭ വേണ്ട രീതിയിൽ പരിഗണിച്ചാൽ കെട്ടിടമിരിക്കുന്ന സ്ഥലം ഒട്ടേറെ പദ്ധതികൾക്കുള്ളൊരിടമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് ഇനിയും അധികൃതർ ചിന്തിക്കാത്ത സാധ്യതയാണ്. ജിഷ്ണു പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.